ബിഗ് ബോസ് മലയാളം 8-ാം സീസൺ. ബിഗ് ബോസ് മലയാളം 8-ാം സീസണിലേക്ക് ആരൊക്കെ വരുന്നു എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അതേസമയം പല താരങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല സീരിയലുകളിൽ നിന്നും തങ്ങളുടെ വർക്കിൽ നിന്നെല്ലാം പിന്മാറിയത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. നമ്മുടെ തട്ടിയും മുട്ടിയും എന്ന ഫെയിമിലെ സിദ്ധാർത്ഥ്, കണ്ണനായിട്ടെത്തിയ സിദ്ധാർത്ഥ്, ഗൗരി, അങ്ങനെ പല താരങ്ങളും ഇപ്പോൾ സിനിമ സീരിയൽ ഫീൽഡിൽ നിന്ന് കുറച്ചൊരു ഇടവേള എടുത്തിരിക്കുന്നത്, ബ്രേക്ക് വന്നിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ അമൃതയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മിനി സ്ക്രീനിലൂടെ നിരവധി പരമ്പരകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ നമുക്ക് സുപരിചിതയാണ് അമൃത. അമൃതയും ബിഗ് ബോസിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് ഈ ഇടയ്ക്ക് പുറത്തു വന്നത്. അതിനുവേണ്ടിയാണ് ഒരു പരമ്പരയിൽ നിന്നും, വലിയ റേറ്റിംഗ് ഉള്ള ടോം ആൻഡ് ജെസ്സി എന്ന പരമ്പരയിൽ നിന്നും അമൃത പിന്മാറിയത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിനെക്കുറിച്ച് അമൃത തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം 8-ൽ താൻ മത്സരാർത്ഥിയായി എത്തുമെന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി അമൃത രംഗത്ത് വന്നു. താൻ ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ടോം ആൻഡ് ജെസ്സി പരമ്പരയിൽ നിന്ന് പിന്മാറിയത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും അതൊരിക്കലും ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയല്ലെന്നും അമൃത പറയുന്നു. ടോം ആൻഡ് ജെസ്സിയിൽ നിന്ന് താൻ പിന്മാറിയത് വ്യക്തിപരമായ കാരണങ്ങളാലാണ്. അത് ഇപ്പോൾ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയല്ല. ബിഗ് ബോസിലേക്ക് താൻ വരുന്നുണ്ടെന്ന് കരുതി പലരും തനിക്ക് വേണ്ടി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. PR ചെയ്യാമെന്ന് പറഞ്ഞ് ചാനലുകൾ പോലും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും താൻ ഇത് തുറന്നു പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും അമൃത പറയുന്നു. ബിഗ് ബോസ് സീസൺ 8-ലേക്ക് താനില്ല. ഇതിനു മുൻപും താൻ ഇത് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല അത്. അതുകൊണ്ട് താനിപ്പോൾ ഇല്ല. എനിക്ക് വരണമെന്നുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ വരാമായിരുന്നു. അതിനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം വന്ന സമയത്തും ഞാൻ വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ലെന്നും അമൃത പറയുന്നു. ബിഗ് ബോസിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും മാറി നിൽക്കേണ്ടി വരുമെന്നും എന്നാൽ അത്രയും ദിവസം വിട്ടുനിൽക്കാനുള്ള സാഹചര്യത്തിലല്ല താൻ ഇപ്പോഴുള്ളതെന്നും നടി പറഞ്ഞു. തന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും അതെന്താണെന്ന് വൈകാതെ അറിയിക്കുമെന്നും അമൃത പറയുന്നു. എന്തായാലും അത് ബിഗ് ബോസ് സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ലെന്നും അവർ വ്യക്തമാക്കി. തന്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇത്രയധികം ഇടം പിടിച്ച സാഹചര്യത്തിൽ ഭാവിയിൽ ഏതെങ്കിലും ഒരു സീസണിൽ ബിഗ് ബോസ് അനുഭവം നേരിട്ടറിയാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ ഈ സീസണിൽ താൻ ഉണ്ടാവില്ലെന്നും അമൃത പറയുന്നു. വലിയൊരു വ്യക്തതയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം പല താരങ്ങളും അമൃത വരും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും ആരാധകർ ഉറപ്പിച്ചിരുന്നത്. ബിഗ് ബോസിലെ ഉറപ്പായ 16-17 കണ്ടസ്റ്റൻസിൽ അമൃതയുടെ പേരും ഉറപ്പായും ഇടം നേടിയിരുന്നു. ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും അമൃത വരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ബിഗ് ബോസ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നെങ്കിൽ അവർക്ക് കരിയറിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും, അവർ കൂടുതൽ മുന്നോട്ട് പോകും, രക്ഷപ്പെടും. അല്ലെങ്കിൽ അവരുടെ കരിയർ തീർന്നു പോവും. ശരിക്കും പറഞ്ഞാൽ ബഡായി ആര്യയ്ക്കും അപ്സരയ്ക്കും ഒക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബഡായി ആര്യയുടെയൊക്കെ അനുഭവം മുൻനിർത്തി തന്നെയായിരിക്കുമല്ലോ ഇവരൊക്കെ ചിന്തിക്കുന്നത്.